മേഡം ഫസ്റ്റ് പ്രാഥമികമായ വിലയിരുത്തൽ എങ്ങനെയാണ്? ഇതൊരു നല്ലൊരു ആക്സിഡൻറ്റ് തന്നെയാണ്. ഇറ്റ്സ് ആൻ അൺഫോർച്ചുനേറ്റ് ഈവൻറ്റ്. പക്ഷേ താങ്ക്ഫുള്ളി ദർ ഇസ് നോ ലോസ് ടു ഹ്യൂമൻ ലൈഫ്. ഇഞ്ചുറി ഇല്ല. അതൊരു ഭാഗ്യവശാൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ DGP ഫയർ സർവീസസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്, രാത്രിയും സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ഫയർ ഓഡിറ്റ് നടത്തിയിട്ട് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ മാത്രമല്ല, മൊത്തം നമുക്ക് 26 വെയർ ഹൗസസ് ഉണ്ട് മൊത്തം കേരളത്തിൽ. അവിടെ എന്തെല്ലാം നമ്മൾ എക്സ്ട്രാ എഫർട്ട്സ് എടുക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി അതെല്ലാം നമ്മൾ ഉടൻ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എത്ര എങ്ങനെയായിരിക്കും ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നോ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. SP ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്, അദ്ദേഹം അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഫോറൻസിക് എവിഡൻസ് എടുത്തിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന്. ഈ ലോസ് എത്ര ഉണ്ടായിരുന്നായിരിക്കും കണക്ക്? ഇപ്പോൾ ഇത് 45,000 കേസസ് ആണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 45,000 കേസ് എന്ന് പറഞ്ഞാൽ ഒരു കേസിന് 9 ലിറ്ററാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 5 to 10 crores ആയിരിക്കും. ഓരോ കേസിൻ്റെ ഓരോ ബോട്ടിലിൻ്റെ വില ഡിഫറെൻ്റ് ആയതുകൊണ്ട് അത് എടുക്കുന്നുണ്ട്. 5 to 10 crores ആണ് ഇതിൻ്റെ ഒരു എസ്റ്റിമേഷൻ. പക്ഷേ നമുക്ക് ഇൻഷുറൻസ് കവർ ഉള്ളത് കൊണ്ട് ഇത് ഉടൻ തന്നെ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും ഇൻഷുറൻസ് കിട്ടാൻ. തുടർ നടപടികൾ എന്തൊക്കെയാണ് മാഡം? അതിപ്പോൾ ഫയർ ഓഡിറ്റ് നടത്തിയിട്ട് ഉടൻ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും. ഈ ഫയർ ഫൈറ്റിംഗ് മെഷേഴ്സ് സ്ട്രെങ്തൻ ചെയ്യും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മാത്രമല്ല 26 വെയർ ഹൗസസിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും മന്ത്രിക്ക് ഇന്ന് റിപ്പോർട്ട് നൽകുന്നത് അദ്ദേഹത്തിന് ഞാൻ സംസാരിച്ചു. അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഫയർ ഓഡിറ്റിൻ്റെ കാര്യങ്ങളും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയാൽ നമുക്ക് എല്ലാ എൻക്വയറി റിപ്പോർട്ട് എടുത്തിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് കൂടുതൽ പ്രിക്കോഷണറി സ്റ്റെപ്സ് എടുക്കാം. താങ്ക് യു മാഡം.